ഓച്ചിറ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വൃശ്ചികോത്സവ നഗരിയിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശരിയുത്തരം നറുക്കെടുപ്പ് നടന്നു. രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രശ്നോത്തരി നടത്തിയത്. ഓച്ചിറ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വൃശ്ചികോത്സവ നഗരിയിൽ നടത്തിയ ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരിയുടെ ശരിയുത്തരം നറുക്കെടുപ്പാണ് നടത്തിയത്. ഓച്ചിറ രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രശ്നോത്തരി നടത്തിയത്. CR മഹേഷ് MLA നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതിനോടകം തന്നെ ഓച്ചിറക്കാരുടെ ഹൃദയത്തിൽ ഈ സ്ഥാപനത്തിന് സ്ഥാനം പിടിക്കുവാൻ കഴിയും. അത് രാജധാനി കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ച കാലം മുതൽ ഈ നിമിഷം വരെ കച്ചവടത്തിൽ പുലർത്തിയിട്ടുള്ള സത്യസന്ധത, സുതാര്യത മാത്രവുമല്ല കൃത്യമായും തൻ്റെ വരുമാനത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഒക്കെ ഓരോ വിഹിതം പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാനുള്ള റസാഖയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ ഷാജഹാനിക്കയുടെയും മനസ്സ്, പ്രത്യേകിച്ച് തീരപ്രദേശ മേഖലകളിലൊക്കെ എവിടെ ചെന്നാലും രാജധാനി അവർക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്ത ഒരു വിശ്വാസ്യതയാണ് ഓച്ചിറയിലെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണേൽ, കബീർ എൻസൈൻ, ലീന പ്രവീൺ, അയ്യാണിക്കൽ മജീദ, മെഹർഖാൻ ചേന്നല്ലൂർ, ആദിനാടി ശശി, രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷാജഹാൻ രാജധാനി, അബ്ദുൾ റസാഖ തുടങ്ങിയവർ പങ്കെടുത്തു. രാജധാനി ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഇവിടെ ഇതിൽ എത്താൻ കാരണം നിങ്ങൾക്കറിയാം. കരുനാഗപ്പള്ളിയായാലും ഓച്ചിറ തുടങ്ങിയതിന് ശേഷവും രാജധാനി ഒരു സാധാരണ സ്വർണ്ണക്കടയല്ല. 100 രൂപ ലാഭം കിട്ടിയാൽ അതിൻ്റെ നല്ലൊരു ശതമാനവും അവശത അനുഭവിക്കുന്ന സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ആൾക്കാരുടെ വിശക്കുന്നവന് എൻ്റെ വയറ്റിലും ഒക്കെ എത്തും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് പലരും ജനപ്രതിനിധികൾ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് സാധിക്കും. കരുനാഗപ്പള്ളിയിൽ തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ ആ തരത്തിലുള്ള ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള വളരെ അപൂർവമായ മുതലാളിമാരിൽ വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.